السلام عليكم ورحمة الله وبركاته. الحمد لله الذي خلق الإنسان وألهمه وأكرمه ونعمه وأمده بالعقل السليم وقومه، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبده ورسوله، وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد. ദുൽഹജ്ജ് 8 അഥവാ യൗമുത്തർവിയ. ലോകമെമ്പാടുമുള്ള നമ്മുടെ മുസ്ലിം സഹോദരീ സഹോദരന്മാർ ദുൽഹജ്ജ് 8 അഥവാ യൗമുത്തർവിയ ദിവസം മുതൽ അവരുടെ ജന്മസാഫല്യമായ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. നല്ല ആരോഗ്യത്തോടെയും പൂർണ്ണ ഇഖ്ലാസോടെയും അമലുകൾ ചെയ്ത് വരും ദിവസങ്ങൾ സജീവമാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് തുടക്കത്തിൽ നമുക്ക് ദുആ ചെയ്യാം. തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തട്ടെ, ദുൽഹജ്ജ് 9 രാവ് മിനയിൽ താമസിക്കൽ സുന്നത്തും അയ്യാമുത്ത് തശ്രീഖ് അഥവാ ദുൽഹജ്ജ് 11, 12, 13 എന്നീ രാത്രികളിൽ മിനയിൽ രാപ്പാർക്കൽ വാജിബും ആണ്. നമുക്കറിയും പോലെ തന്നെ മിനാ പ്രദേശം ചരിത്രമുറങ്ങുന്ന ഭൂമികയാണ്. മഹാന്മാരായ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴങ്ങി ത്യാഗചരിത്രങ്ങൾ രചിച്ച പുണ്യഭൂമിയാണത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ത്യാഗസുരഭിലമായ പരീക്ഷണങ്ങൾ നടന്ന ഇതിഹാസമാണ്. എന്തൊക്കെയാണ് ദുൽഹജ്ജ് 8 മിനയിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ? മിനയിലിറങ്ങിയാൽ ദുൽഹജ്ജ് 8 ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ, കഴിയുമെങ്കിൽ പിറ്റേ ദിവസത്തെ സുബഹി എന്നിങ്ങനെ 5 നിസ്കാരങ്ങൾ അവിടെ വെച്ച് നിർവഹിക്കൽ സുന്നത്താണ്. പക്ഷേ ഇപ്പോൾ അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. 8 രാത്രി തന്നെ അറഫയിലേക്ക് പോകാൻ ഉത്തരവ് വരാറാണ് പതിവ്. ഇങ്ങനെ പുറപ്പെടുമ്പോൾ പൂർണ്ണ സുന്നത്ത് ലഭിക്കില്ല എന്നേ ഉള്ളൂ. ദുൽഹജ്ജ് 8 മിനയിൽ താമസിക്കൽ ഹജ്ജിൻ്റെ റുക്നോ വാജിബോ അല്ല, മറിച്ച് സുന്നത്തു മാത്രമാണ് എന്ന തിരിച്ചറിവ് ഹാജിമാർക്ക് നല്ലതാണ്. സാധിക്കുമെങ്കിൽ മിനയിലെ ജംറത്തുൽ-ഊലയുടെ അടുത്തുള്ള മസ്ജിദുൽ ഖൈഫിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം. കാരണം ഈ പള്ളിയിൽ വെച്ചാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്തുത 5 വക്ത് നിസ്കാരവും നിസ്കരിച്ചത്. തന്നെയുമല്ല, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെ 70 നബിമാർ ഇവിടെ വെച്ച് നിസ്കരിച്ചതായും 70 നബിമാരുടെ മഖബറകൾ ഇവിടെയാണെന്നും റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. മിനയിലെ മസ്ജിദുൽ ഖൈഫിൽ വെച്ച് നിസ്കരിക്കുക എന്നത് പലപ്പോഴും പലർക്കും തരപ്പെട്ടുകൊള്ളണം എന്നില്ല. എപ്പോഴും സാധ്യമായില്ലെങ്കിലും ഒരിക്കലെങ്കിലും മസ്ജിദുൽ ഖൈഫിൽ പോകേണ്ടതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് നിസ്കരിക്കാൻ ശ്രമിക്കേണ്ടതും ആണ്. പറയട്ടെ, യാത്ര മുറിഞ്ഞവർക്ക് മിനയിലും അറഫയിലുമൊന്നും ജംഉം കസറുമാക്കി നിസ്കരിക്കാൻ പാടില്ല. അവർ അതത് സമയങ്ങളിൽ പൂർത്തിയാക്കി തന്നെ നിസ്കരിക്കണം. മിനയിൽ താമസിക്കുന്ന സമയം അത്രയും പരിപൂർണ ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടണം. അടുത്ത ദിവസം അറഫയാണെന്നും അവിടേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ ഭക്തിധന്യമായി മനസ്സിനെയും ദേഹത്തെയും സജ്ജമാക്കണമെന്നും പ്രതിജ്ഞ ചെയ്തിരിക്കണം. എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടാൻ എല്ലാവരും ഉത്സാഹിക്കുക. പണ്ഡിതരുടെ ഹജ്ജിൻ്റെ വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുത്ത് സംശയങ്ങൾ ദൂരീകരിച്ച് പ്രവർത്തിപദം സജ്ജമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.